നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഒരു വെറൈറ്റി കൂടാരാണ്. അത് എന്തിനാണെന്നുള്ളത് നമുക്ക് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അതിനുള്ള പണി തുടങ്ങാൻ പോകണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫൗണ്ടേഷൻ കയറണം. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ നല്ല റൗണ്ടിലാക്കിയിട്ട് അതിൽ ബെൽറ്റ് ഇട്ടിട്ട് കമ്പി മേലോട്ട് പൊന്തിച്ച് വെക്കണം. എന്നിട്ട് വേണം നമുക്കത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ അത് ഫൗണ്ടേഷൻ അതിൻ്റെ ഇടയിൽ വേറെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടി കോൺക്രീറ്റ് ഇട്ട് കമ്പി മേലേക്ക് പൊന്തിച്ച് വെച്ചിട്ട് നമ്മൾ ഫുള്ള് കോൺക്രീറ്റ് നിറക്കണം. കോൺക്രീറ്റ് നിറച്ച് കഴിഞ്ഞാൽ അത് സെറ്റായി. പിന്നെ ഇനി ഫൗണ്ടേഷനായി. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് അതിന് നെറ്റ് കെട്ടി അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഇടണം. അപ്പോൾ ഏകദേശം ഒരു 6 അടി ആയിട്ട് നമ്മൾ പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. പൊന്തിച്ച് വെച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകാനുള്ള വാതിൽ 2 സൈഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ഉള്ളിൽ കൂടെ ഒരാൾക്ക് കടന്നു പോകാനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളതൊക്കെ ഫുള്ള് പിടിപ്പിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് വേരുകളൊക്കെ നമ്മൾ മഴ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിനിഷ് ആക്കിയിട്ടില്ല, ഒക്കെ സെറ്റ് ചെയ്ത്. പിന്നെ അതിൻ്റെ മേലെ തട്ടടിച്ച് ഇൻട്രസ്റ്റിക്കായി തട്ടടിച്ചതിൻ്റെ മേലെ നമ്മൾ ഒരു കവാടം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കവാടം ഉണ്ടാക്കി അത് സിമെൻറ്റിൽ നമ്മൾ ബോർഡ് ഒട്ടിച്ചതാണ്, വേറെ ഒന്നുമില്ല. ബോർഡ് ഒട്ടിച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇൻഡസ്ട്രിക്കാർക്ക് കുറച്ച് പണികളും കാര്യങ്ങളും ബാക്കിയുണ്ട്. നമ്മളെ കൂടെ ഇൻഡസ്ട്രി വർക്കുകാരും ഉണ്ടായതുകൊണ്ട് അത് അവർ നമ്മളെ പണി കഴിയുന്നതനുസരിച്ച് അവർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കോലത്തിലായിരിക്കണം. ഇനിയിപ്പോൾ അത് നമ്മൾ തേക്കാൻ പോകും. അപ്പോൾ അതിന് തന്നെ മേലെ നിന്നാണ് തേപ്പ് തുടങ്ങുന്നത്. മേലിൽ നിന്ന് തേപ്പ് തുടങ്ങി അടിക്ക് വരണം. അപ്പം മേലെ അടിച്ചിട്ട് കൊണ്ട് ഡിസൈൻ ചെയ്യാണ്. അപ്പോൾ അത് നമ്മൾ മൂന്നാളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അപ്പോൾ മേലത്തെ തൊപ്പി മാരിക്കുള്ളത് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവർ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ചെയ്യുക, അങ്ങനെയാണ് പരിപാടി. അപ്പോൾ നമുക്കൊരു കയ്യാക്കുമായി അവർക്ക് ഏകദേശം നമ്മളെ സഹായിക്കാനും കഴിയും. അങ്ങനെ എന്താ ഇത് നമ്മൾ മേലത്തെ തൊപ്പിൻ്റെ ഒക്കെ ഏകദേശം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കൂടാരത്തിനൊരു പലക വെച്ച മോഡൽ നമുക്ക് പീസ് വെട്ടണം. പീസ് വെട്ടി കഴിഞ്ഞാൽ പിന്നെ അത് ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം അവിടുത്തെ മേലത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട്, ഇതൊക്കെ 1-2 ദിവസത്തെ പണിയില്ല, ഒരു 3-4 ദിവസത്തെ പണികളാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒന്നിച്ച് ചെയ്യാണ്, ഫുൾ വീഡിയോ ചെയ്യാണ്. അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ ഏകദേശം നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മേലത്തെ ഏകദേശം പണികളൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പോൾ വെട്ട് കഴിഞ്ഞാൽ ഇനി അടിയിൽ നമ്മൾ ഫിനിഷ് ചെയ്യാൻ പറഞ്ഞു. മേലത്തെ ഏകദേശം ഇപ്പോൾ ഇന്നത്തിൽ മേലത്തെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതെ അടിക്കാക്കും. അപ്പോൾ അതിൻ്റെ അടിയിൽ ചെറിയ വരക്കാനും മുടിക്കാനൊക്കെ ഉണ്ട്. മരത്തിൻ്റെ ഷേപ്പിലായിട്ട് പലകൻ്റെ ഷേപ്പാക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ സഹായിക്കാനുണ്ട്, 2 ആൾക്കാർ വേറെയുണ്ട്. അങ്ങനെ ഏകദേശം ഇപ്പോൾ ആ പരിപാടിക്ക് ഏകദേശമായിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തേക്ക് ആക്കണം. അപ്പോൾ താഴത്തേതാണ് കോലം. താഴത്ത് ഇനി പിടിപ്പിച്ചിട്ടിട്ടുള്ളൂ. താഴത്തൊക്കെ നമ്മൾ ഇനി ഫിനിഷ് ചെയ്യാണ്ട്. അപ്പോൾ മേലേക്ക് നമ്മളപ്പോൾ ഉള്ള ഒരു ആളാണ് വീഡിയോ എടുക്കേണ്ടത്. അപ്പോൾ മോന് പറഞ്ഞ ഉള്ളൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ളത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി മേലേക്ക് കയറാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഫിനിഷ് വർക്ക് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇൻഡസ്ട്രി വർക്കും കാര്യവും നമ്മളെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അവരും അതിൻ്റെ പണികളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ഈ ഇൻഡസ്ട്രി പണിക്കാർ ഇനി അതിമ്പോൾ പണിയില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ ഇന്ന് ഫിനിഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ബാക്കി പെയിൻറ്റിങ് എനിക്കുള്ളൂ, കമ്പി പെയിൻ്റ് അടിക്കാൻ. അപ്പോൾ നമ്മൾ ഇന്നത്തിൽ നമ്മൾ ഇപ്പോൾ ഏകദേശം മേലത്തെ പരിപാടികൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇൻഡസ്ട്രിക്കാർക്ക് വേറെയും പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ, അവരവിടെ ചെയ്യണമുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മേലത്ത് കുറച്ച് വരക്കാനുണ്ടായതുകൊണ്ടാണ്, മരത്തിൻ്റെ പാട് വരക്കാനുണ്ടായതുകൊണ്ടാണ് കുറച്ച് ടൈം വൈകേണ്ടത്. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് എന്ന് വിചാരിക്കണം. അങ്ങനെ നേരം വൈകുന്നത് കാരണം അന്ന് മരത്തിൻ്റെ പീസിലോട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണികൾ എടുക്കാണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഒഴിവാകില്ല. അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ 2 സൈഡും എല്ലാ സൈഡും ഉണ്ടല്ലോ മരത്തിൻ്റെ പീസാക്കാനുള്ള. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി പിന്നെ അവിടെ താഴത്ത് വീണ കുമ്മായങ്ങളൊക്കെ ലെവൽ ചെയ്ത് ഇനി അവിടെ ഫിനിഷ് ചെയ്തിട്ടാണ് അടിക്ക് ഇറങ്ങാൻ. അപ്പോൾ ഏകദേശം നമ്മളെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിയിൽ കൂടെ അടിയത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട്, ഉള്ളിൽ കൂടെ ഇറങ്ങി പുറത്തേക്ക് വരുന്ന വീഡിയോ. അപ്പോൾ ഈ സൈഡും കൂടി വരച്ച് കഴിഞ്ഞാൽ നമ്മളെ മേലത്തെ പരിപാടികൾ കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ നേരെ അടിക്ക് ഇറങ്ങും നമ്മൾ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ലേശം കുറച്ച് ടൈം കൊണ്ട് വരക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഉള്ളിലുള്ള കാഴ്ചകൾ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലേക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അത് ഈ കോലത്തിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരാൾക്ക് മേൽക്കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരാൾക്ക് നടന്നു പോകാനുള്ള സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്യണൊക്കെ നൂല് കറക്റ്റ് ചെയ്തിട്ടാണ് ഇത് വരക്കുന്നത്. ഇത് വരക്കുമ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല നൂലൊന്നും വെച്ചത്. അത് നമ്മൾ പിന്നെ വീഡിയോ ലെങ്ത്ത് കൂടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ
ഇപ്പോൾ ഏകദേശം വരയൊക്കെ അവിടെ ഫുള്ളായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് താഴത്തേക്ക് ഇറങ്ങണം. താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇതിനെക്കാട്ടി വലിയ പണിയാണ് അവിടെ താഴത്ത്. കാരണം എന്താ വെച്ചാൽ താഴത്ത് ഒരുപാട് പണികളുണ്ട്. താഴത്താണ് ശരിക്കും നമ്മൾ മരത്തിൻ്റെ ഷേപ്പ് ആക്കാനുള്ളത്. മേലത്തെ ഇപ്പോൾ ഏകദേശം നമ്മൾ പരിപാടികളൊക്കെ ഒരു പകുതിയിലേറെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് വരക്കുകയാണ് മരത്തിൻ്റെ പാട്. ഈ സൈഡും കൂടി മരത്തിൻ്റെ പാട് വരച്ച് കഴിഞ്ഞാൽ ഏകദേശം ഫിനിഷായി. ഇതിപ്പോൾ ഈ സൈഡൊക്കെ ഫിനിഷായി. ഇപ്പോൾ ഒരു മരത്തിൻ്റെ പീസ് നമ്മൾ പൊളിച്ച് വെച്ച രീതിയിലാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ അടിയിലേക്ക് ഇറങ്ങിയൊക്കെ അടിച്ചിട്ട് ഒരു ഷേപ്പ് ആക്കുന്നുണ്ട്. അതിനിടെ നമുക്ക് വേരിന് വേണം. വേരിന് നമ്മൾ ആദ്യം പിടിപ്പിച്ചിട്ട് ഇതുണ്ടായിരുന്നു, അത് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി, അപ്പോൾ വലിയ വേരും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പോൾ അതും കൂടി നമ്മൾ സെറ്റ് ചെയ്യാണ്. അങ്ങനെ അത് ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മളൊന്ന് ഫിനിഷ് ചെയ്ത് റെഡിയാക്കണം. അത് കഴിഞ്ഞപ്പോൾ അടിയത്തെ പരിപാടികൾ നമുക്ക് ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഫിനിഷ് ചെയ്ത് ഒക്കെ ഇതിപ്പോൾ വേര് ഒതിച്ച് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ കുറച്ച് വരക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ വെച്ചിട്ടില്ല. അപ്പം പെട്ടെന്ന് ഉണങ്ങുന്നതിനനുസരിച്ച് നമ്മളത് ചെയ്യുകയാണ്. ഉണങ്ങുന്നതിനനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടങ്ങാറാവും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഏകദേശം നമ്മളെ വരക്കാനുള്ളതൊക്കെ ഏകദേശം ആയിക്കണം. ഇനി വരച്ചതൊക്കെ കഴിഞ്ഞ് കുറേ വീഡിയോ നമ്മൾ എടുക്കാതെ പോയിട്ടുണ്ട്. സമയത്തിൻ്റെ പരിമിതി കുറേ ഉണ്ടായതുകൊണ്ട് വീഡിയോ കുറേ എടുക്കാൻ പറ്റിയിട്ടില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കോലത്തിൽ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ പെയിൻറ്റിങ് ഉണ്ട്. ആദ്യം വൈറ്റ് വാഷ് അടിക്കുന്നുണ്ട്. വൈറ്റ് വാഷ് അടിച്ച് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് ഇനി നമ്മൾ കളറിങ് ചെയ്യല്. വൈറ്റ് വാഷ് രണ്ട് കോട്ട് നമ്മൾ അടിക്കും, ഒരു കോട്ടും രണ്ട് കോട്ടും. പെയിൻറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. പെയിൻറ്റിങ് അടിയിൽ അടിക്കണമെന്ന് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ ചില ദിവസങ്ങൾ രാത്രിയൊക്കെ അടിച്ച ദിവസങ്ങളുണ്ട്. കാരണം ഇവിടുത്തെ സ്കൂൾ തുറക്കണ മുന്നേ നമുക്ക് ഈ പണികളൊക്കെ കഴിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് രാത്രി പണികളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ചെയ്ത പരിപാടികളിൽ ഒന്നാണത്. അപ്പോൾ രാത്രി നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫിനിഷിംഗ് വർക്ക് പകൽ നമ്മൾ ചെയ്യൽ. അപ്പോൾ ഏകദേശം രാത്രി ഒന്ന് ഫുള്ള് ഏകദേശം കളർ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫിനിഷ് വർക്ക് ഉണ്ട്, അത് പകൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പകൽ ചെയ്യാണ്. അപ്പോൾ ഏകദേശം നമ്മൾ കളറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഷെയ്ഡിങ് കൂടി ചെയ്യണം. ആ ഷെയ്ഡിങ്ങൊക്കെ മേന്ന് ചെയ്ത് വരികയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെ കമ്പിയിലൊക്കെ നമ്മളെ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോയിൽ നമ്മൾ കാണിക്കണില്ല. അപ്പോൾ ഏകദേശം ഭംഗിയായിട്ട് ഓല് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിമെൻറ്റ് വർക്ക് മാത്രമേ നമ്മൾ പെയിൻറ്റിങ് ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ മറ്റുള്ളവർ ചെയ്യൽ. നമ്മൾ സിമെൻറ്റ് വർക്ക് ചെയ്യണ എല്ലാ പണികളും നമ്മൾ തന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ മേലെ ഏകദേശം ഫില്ലാക്കണം പെയിൻറ്റിങ്. അപ്പോൾ അവിടെ കുറച്ച് വരക്കാനും പിടിക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഈ കുളത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോൾ കാര്യമായിട്ട് ഇതിന് പണികളൊന്നും ഇല്ലാതെ മേലെ തൊപ്പിക്ക് നമ്മൾ കളർ ചെയ്തു. നമ്മൾ മരത്തിൻ്റെ നമ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ പഴയ മരമല്ല, അപ്പോൾ അതിനൊരു നമ്പറും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മളെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള രൂപമാണ്. ഇനിയിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിനൊരു മുഖത്തിൻ്റെ ഷേപ്പ് മുന്നിൽ വരച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള, പക്ഷേ ഇടുമ്പോൾ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു മുഖം. ഈ സൈഡിൽ കൂടെയാണ് നമുക്ക് കുട്ടികൾക്ക് സ്ലൈഡിൽ കൂടെ ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള പണികളോ കാര്യമായിട്ട് പരിപാടികളൊന്നുമില്ല. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ഇതാണ് നമ്മളെ ലാസ്റ്റ് ഫിനിഷ് രൂപം.